കോളേജ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഇന്ത്യൻ ആർമിയിൽ ചേർന്ന ഒരു ചെറുപ്പക്കാരൻ പിന്നീട് മലയാള സിനിമയെ അഭിമാനത്തിന്റെ തിലകക്കുറി അണിയിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ പട്ടാളത്തിൽ സിഗ്നൽസ് വിഭാഗത്തിൽ ജോലി ചെയ്തു വരവെ 21-ാം വയസ്സിൽ ഗുരുതരമായ ഒരു രോഗം അയാളെ തേടിയെത്തുന്നു. ആർമി ആശുപത്രിയിൽ ചികിത്സയ്ക്കിരിക്കെ ആ 21-കാരന്റെ കാൽ മുറിച്ചു മാറ്റാൻ ഡോക്ടർമാർ തീരുമാനമെടുക്കുകയാണ്. അന്നത്തെ ചട്ടമനുസരിച്ച് ജവാന്റെ സമ്മതം അതിനാവശ്യമില്ല. അങ്ങനെയിരിക്കെ ആ ക്യാമ്പിലേക്ക് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സന്ദർശനത്തിനെത്തുകയാണ്. കർശനമായ പട്ടാള നിയമങ്ങൾക്കിടയിലും അയാൾ തന്റെ ആവശ്യം നെഹ്റുവിനെ അറിയിച്ചു. എന്റെ സമ്മതമില്ലാതെ എന്റെ കാലുകൾ മുറിച്ചു മാറ്റാൻ അനുവദിക്കരുത്. അയാളുടെ ആവശ്യം കേട്ട് നെഹ്റു ഒരു ചെറു പുഞ്ചിരിയോടെ മുന്നോട്ട് പോയി. പിന്നീട് ഒരു ചരിത്ര ഉത്തരവിറങ്ങുകയാണ്. ഇനി ഒരു ജവാന്റെയും സമ്മതമില്ലാതെ അവയവങ്ങൾ മുറിച്ചു മാറ്റരുത്. ആ ചെറുപ്പക്കാരന്റെ ധീരത ലക്ഷക്കണക്കിന് സൈനികരുടെ ജീവിതം മാറ്റിമറിച്ചു. മുറിച്ചു മാറ്റാനിരുന്ന അതേ കാലുകളുമായി അയാൾ നാടകത്തിന്റെയും സിനിമയുടെയും ലോകത്തേക്ക് നടന്നെടുത്തു. ചേരേണ്ടതെല്ലാം ചേർന്നു എന്ന പോലെ. അങ്ങനെ സുരേന്ദ്രനാഥ് തിലകൻ എന്ന ചെറുപ്പക്കാരൻ മലയാള സിനിമയുടെ എണ്ണം പറഞ്ഞ അഭിനയ പ്രതിഭകളിൽ ഒരാളായി മാറി. പെരുന്തച്ഛനായും കിരീടത്തിലെ അച്യുതൻ നായരായും സ്ഫടികത്തിലെ ചാക്കോ മാഷായും അദ്ദേഹം ജീവിച്ചു. 9ഓളം സ്റ്റേറ്റ് അവാർഡുകളും 2ഓളം നാഷണൽ അവാർഡും